ദേശീയപാതയോരത്തെ ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണു. കെട്ടിടത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് പുകക്കുഴൽ വീണത്. ഒരു ജില്ല കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജില്ലയെ അപമാനിക്കലാവുമെന്നതെങ്ങനെയെന്ന് MT രമേശ്. മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹം തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നുവെന്നും രമേശ്. പ്രൊപ്പല്ലറിൽ വല ചുറ്റി കടലിൽ കുടുങ്ങിയ വള്ളത്തെയും മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. കരയിലെത്തിച്ചത് 40 മത്സ്യത്തൊഴിലാളികളെ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാതയോരത്തെ ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് 100 അടിയിലധികം ഉയരത്തുള്ള പുകക്കുഴൽ വൻ ശബ്ദത്തോടെ ഒടിഞ്ഞു വീണത്. ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് വീണത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. യഥാസമയത്തുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പുകക്കുഴൽ ജീർണാവസ്ഥയിലായി ഒടിഞ്ഞു വീഴാൻ കാരണമായത്. പുകക്കുഴൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് വിദഗ്ധർ നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നതായും പറയുന്നു. എന്നാൽ നഗരസഭാ ഭരണസമിതി ഇത് ഗൗനിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായത്. നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും മൃതദേഹം സംസ്കരിക്കാൻ ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. ക്രിമിറ്റോറിയത്തിലെ 2 ചേംബറുകളിൽ നിത്യേന സംസ്കാരം നടക്കാറുണ്ട്. പുകക്കുഴൽ ഒടിഞ്ഞു വീണ സമയത്ത് ഇവിടെ ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നഗരസഭാ ഭരണസമിതി അറ്റകുറ്റപ്പണികൾ നടത്താതെ ക്രിമിറ്റോറിയത്തോട് അവഗണന കാണിക്കുകയാണെന്ന പരാതി വ്യാപകമായിരിക്കുകയാണ് വ്യാഴാഴ്ച പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. ക്രിമിറ്റോറിയത്തിൽ സംസ്കരിച്ചതിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടിവെച്ച് അന്യസംസ്ഥാനത്തെ വളക്കമ്പനികൾക്ക് വിൽപ്പന നടത്തുന്നതായും നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. പുകക്കുഴൽ ഒടിഞ്ഞതോടെ മൃതദേഹം സംസ്കരിക്കുമ്പോഴുണ്ടാകുന്ന പുകയും ഗന്ധവും പ്രദേശത്താകെ പടർന്നിരിക്കുകയാണ്. അതേസമയം ഭരണസമിതിയുടെ അനാസ്ഥ മൂലം അറ്റകുറ്റപ്പണികൾ നടത്താതെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM ചാലക്കുടി വെസ്റ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മീഡിയ ടൈം, ചാലക്കുടി. ഒരു ജില്ല കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജില്ലയെ അപമാനിക്കലാവുന്നത് എങ്ങനെയെന്ന് MT രമേശ് ചോദിച്ചു. മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹം തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നുവെന്നും MT രമേശ് പറഞ്ഞു. കേരളത്തിലെ ADGPയും P ശശിയും ചേർന്ന് തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും നടത്തിയെന്ന ആരോപണത്തിൽ ആർക്കും മിണ്ടാട്ടമില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഉൾപ്പെടെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ? അതിനു പകരം ഞങ്ങൾ മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന രീതി എന്താണ്? ഒരു ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്തെടുക്കുമെന്ന് പറഞ്ഞാൽ ആ ജില്ലയെ ആക്ഷേപിക്കലാണോ? ഒരു ജില്ലയിൽ ഹവാല പണമിടപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ജില്ലയെ ആക്ഷേപിക്കലാണോ? പ്രൊപ്പല്ലറിൽ വല ചുറ്റി കടലിൽ കുടുങ്ങിയ വള്ളത്തെയും 40 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ യദുകുലം എന്ന ഇൻബോർഡ് വള്ളവും 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. തൃശൂർ ചാമക്കാല സ്വദേശി ഏറനാംപുരയ്ക്കൽ പുഷ്പനാഥിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം. കയ്പമംഗലം സ്വദേശികളായ 40 മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ കുടുങ്ങിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:40ഓടെയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, ഷൈബു, റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ്, റഫീഖ്, ബോട്ട് സ്ട്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ചാരായം വാറ്റി. പോലീസ് റെയ്ഡിനെത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ആളൂർ സ്വദേശി കരുവാൻ വീട്ടിൽ 40 വയസ്സുള്ള സതീഷാണ് ചാരായം വാറ്റുന്നതിനിടയിൽ പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെട്ടത്. ഭാര്യാപിതാവ് ആളൂർ പൈക്കാട്ട് വീട്ടിൽ 65 വയസ്സുള്ള സുകുമാരനെ പോലീസ് പിടികൂടി.
വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിന് സമീപത്തുള്ള സതീഷിന്റെ വീട്ടിൽ ചാരായം വാറ്റുന്നുണ്ടെന്ന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് റെയ്ഡിനെത്തുകയായിരുന്നു. പോലീസ് എത്തിയതറിഞ്ഞ സതീഷ് ഓടി രക്ഷപ്പെട്ടു. 55 ലിറ്റർ ചാരായവും 620 ലിറ്റർ വാഷും, ചാരായം നിറയ്ക്കുന്നതിനായി 1 ലിറ്റർ വീതം കൊള്ളുന്ന 79 പ്ലാസ്റ്റിക് ബോട്ടിലുകളും 2 കന്നാസുകളും 500 ലിറ്ററിന്റെ 3 വീപ്പകളും 1 ഗ്യാസ് അടുപ്പും 1 ഗ്യാസ് സിലിണ്ടറും പോലീസ് പിടിച്ചെടുത്തു. പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കൂട്ടുപ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ആളൂർ SHO KM ബിനീഷിന്റെ നിർദ്ദേശപ്രകാരം SI സുബിന്ദാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ രാധാകൃഷ്ണൻ, KK രഘു, മിനിമോൾ, മുരുകദാസ്, ഡാനിയൽ, ഡാനി, ഹരികൃഷ്ണൻ, SS ബാബു എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. CPM പ്രവർത്തകനായ മാഹിനെ ആശുപത്രിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതിയാണ് സതീഷ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പരോളിൽ ഇറങ്ങിയത്. മീഡിയ ടൈം, ആളൂർ. ഇനി നാട്ടിൽ നടന്നത്. കൊരട്ടയിൽ ആന്ധ്ര സ്വദേശിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറങ്ങര സ്രാമ്പിക്കൽ മംഗലത്ത് തെക്കൻ വീട്ടിൽ അന്തോണി പോളി എന്നയാളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആന്ധ്ര സ്വദേശിനി മുന്നയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്തോണി പോളി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് എത്തിയപ്പോൾ തറയിൽ മുന്ന തലപൊട്ടി ചോര വാർന്നു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടത്. മാള ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി 1-ാം ദിവസം വൈകിട്ട് ജനനി നവരത്ന മഞ്ജരി എന്ന ശ്രീനാരായണ ഗുരു എഴുതിയ ദേവീസ്തുതിയുടെ ആസ്വാദന സംവാദ സദസ്സ് നടന്നു. ചാലക്കുടി ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം ജനനി നവരത്ന മഞ്ജരി അവതരിപ്പിച്ചു. SNDP യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചാരകൻ ജയരാജ് ഭാരതി ക്ലാസ് നയിച്ചു. വത്സൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി കാഴ്ച കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രുതി എന്ന് പേരിട്ട പദ്ധതി അങ്കമാലി LF ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. കുട്ടികളിലെ വൈകല്യം നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതിന് തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഒരു ബാലസൗഹാർദ്ദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടിയുടെ ജന്മം മുതൽ 18 വയസ്സ് വരെ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ആരോഗ്യം, വിദ്യാഭ്യാസം, മാനസികാരോഗ്യം, കല, കായികം, ഒരു സമഗ്രമായ വളർച്ചയിലൂടെ നല്ല ഉത്തമരായ പൗരന്മാരായി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം LF ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു കേന്ദ്രരഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി വിഴി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ക്യാമ്പ് നടത്തി പരിശോധന നടത്തി ആവശ്യമായ ആളുകൾക്ക് ശസ്ത്രക്രിയയും കണ്ണാടയും കണ്ണടയൊക്കെ കൊടുക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് സംഘടിപ്പിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു സതീശൻ, ജനപ്രതിനിധികളായ KA ബൈജു, ഷീജ നസീർ, ICDS സൂപ്പർവൈസർ സവിത എന്നിവർ സന്നിഹിതരായിരുന്നു. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 1-ാം വർഷ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി മക്കളെ അറിയാൻ പാരന്റിംഗ് ശില്പശാല നടന്നു. പ്രിൻസിപ്പൽ S രാധിക ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ഫാമിലി കോർട്ട് കൗൺസിലറും കില റിസോഴ്സ് പേഴ്സണും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഫോർമർ മെമ്പറുമായ പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡാർലിൻ ഡൊണാൾഡ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PK അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സൗഹൃദ കോർഡിനേറ്റർ ബോബി ജോസ്, സ്റ്റുഡന്റ് കൺവീനർ KT ടീനു എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ 100ഓളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി മാള സർക്കാർ മോഡൽ LP സ്കൂൾ ഹരിത വിദ്യാലയമാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. PTAയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പേപ്പർ ബാഗുകൾ സ്കൂൾ അസംബ്ലിയിൽ കൈമാറി. ചങ്കിനൊരു ബോട്ടിൽ പദ്ധതിയുടെ ഭാഗമായി രക്ഷിതാക്കളിൽ നിന്നും ശേഖരിച്ച സ്റ്റീൽ ബോട്ടിലുകളുടെ വിതരണം വാർഡ് മെമ്പർ സാബു പോൾ നിർവഹിച്ചു. മാറാം മഷിപ്പേനയിലേക്ക് പ്രവർത്തനത്തിന്റെ ഭാഗമായി മഷിപ്പേനകൾ PTA പ്രസിഡന്റ് ആശാ ഗോപാലകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് നൽകി. പിറന്നാളിനൊരു പൂച്ചട്ടി 4-ാം ക്ലാസ്സുകാരി അനയയിൽ നിന്നും MPTA പ്രസിഡന്റ് ഷീന ജോസ് ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപിക വിൻസി, അധ്യാപിക മിനി എന്നിവർ സംസാരിച്ചു. പോലീസിലെയും CPMലെയും സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് പിണറായി മറുപടി പറയണമെന്ന് KA ഷഫീഖ്. RSSുമായി നടത്തിയ രഹസ്യധാരണകളുടെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും
വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് പറഞ്ഞു. വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂരിൽ നടത്തിയ ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് PA, പ്രോഗ്രാം കൺവീനർ റഫീഖ് ആദിക്കോട്, ജില്ലാ സെക്രട്ടറി TV ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ധീരജവാൻ വേണുഗോപാലിന്റെ 28ാം ഓർമ്മദിനം ആചരിച്ചു. ഒക്ടോബർ 4, 1996 പൂഞ്ച്, ജമ്മു കാശ്മീരിൽ വെച്ച് ഓപ്പറേഷൻ രക്ഷയിൽ മാതൃരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി പോരാടിയ ജവാൻ വേണുഗോപാൽ വീരമൃത്യു വരിക്കുകയായിരുന്നു. SOEV ബ്ലഡ് കോർഡിനേറ്റർ ഹർഷകുമാർ ചമ്പക്കുളത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പുഷ്പചക്രവും അർപ്പിച്ച് വേണുഗോപാലിന്റെ പത്നിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. SOEV അംഗങ്ങളായ പ്രദീപ് പായൽകുളങ്ങര, ജീവാനന്ദ് കരുമാടി, അരുൺ അമ്പലപ്പുഴ, ദീപക് കോമന, ജയകുമാർ കരുമാടി, രംഗനാഥൻ തകഴി, ബാബുലാൽ ആലപ്പുഴ, മധു കൈനഗിരി, പ്രദീപ് അമ്പലപ്പുഴ, പ്രജിത്ത് രാമങ്കരി എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. പന്തല്ലൂർ ജനതാ UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. സൈക്കോ തെറാപ്പിസ്റ്റ് NS സന്തോഷ് ബാബു ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക NS അനില, PTA പ്രസിഡന്റ് അജിമോൾ ഷാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി രക്ഷിതാക്കൾ പങ്കെടുത്തു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. വൈകിട്ട് 7 മണിക്ക് സീരിയൽ താരം ശിവാനി മേനോൻ നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ പിന്നണി ഗായിക വർഷ വിക്രമൻ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി ഇളയത് രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. ക്ലീൻ ചാലക്കുടി പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചലഞ്ച് ഏർപ്പെടുത്തിയതായി നഗരസഭാ ചെയർമാൻ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടിന് മുന്നിലെ റോഡടക്കമുള്ള പൊതുയിടം വൃത്തിയായി കാത്തുസൂക്ഷിക്കുന്നവർക്ക് ക്യാഷ് അവാർഡാണ് ചെയർമാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 10,000, 5,000, 3,000 എന്നിങ്ങനെയുള്ള ക്യാഷ് പ്രൈസും യഥാക്രമം 1, 2, 3 സ്ഥാനക്കാർക്ക് നൽകും. 60 വയസ്സ് പൂർത്തീകരിച്ച സീനിയർ സിറ്റിസൺമാർക്കും ചലഞ്ചിൽ പങ്കാളികളാകാം. ഇതിനു പുറമെ പൊതുയിടം ഭംഗിയായി സൂക്ഷിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്കും സമ്മാനങ്ങൾ നൽകും. നവംബർ 5-നുള്ളിൽ ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ നഗരസഭയെ അറിയിക്കണം. നഗരസഭ ചുമതലപ്പെടുത്തിയുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് വിജയികളെ തിരഞ്ഞെടുക്കും. 50-ൽ പരം കവിതകൾ എഴുതി പുസ്തക പ്രകാശനം നടത്തിയ അഴീക്കോട് IMUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷരയെ കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി അനുമോദിച്ചു. അനുമോദന യോഗത്തിൽ വെച്ച് അക്ഷരയ്ക്ക് ട്രോഫിയും സമ്മാനിച്ചു. മനാഫ് അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി PS നസീർ, സാജിദ, നസീമ, MPTA പ്രസിഡന്റ് സറീന, HM ഇൻചാർജ് ജാസ്മി, PK റമലത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയോരത്തെ ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണു. കെട്ടിടത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് പുകക്കുഴൽ വീണത്. ഒരു ജില്ല കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജില്ലയെ അപമാനിക്കലാവുമെന്നതെങ്ങനെയെന്ന് MT രമേശ്. മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹം തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നുവെന്നും രമേശ്. പ്രൊപ്പല്ലറിൽ വല ചുറ്റി കടലിൽ കുടുങ്ങിയ വള്ളത്തെയും മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. കരയിലെത്തിച്ചത് 40 മത്സ്യത്തൊഴിലാളികളെ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.